മാമാങ്കത്തിന്റെ ചരിത്രോർമ്മ പുതുക്കി മാമാങ്ക മഹോത്സവത്തിന് തുടക്കമായി. അങ്കവാൾ പ്രയാണത്തോടെയാണ് 6 ദിവസത്തെ മാമാങ്കോത്സവം തുടങ്ങിയത്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ചാവേർത്തറയിൽ സ്മൃതി സദസ്സിൽ ചാവേറുകളുടെ പ്രതീകമായി കളരിപ്പയറ്റ് അഭ്യാസികൾ സ്മൃതി അർപ്പിച്ചു. നിളയുടെ തീരത്ത് തിരുനാവായയിൽ കൊണ്ടാടിയിരുന്ന മാമാങ്കത്തെയും സാമൂതിരിയുടെയും വള്ളുവക്കോനാതിരിയുടെയും ചാവേറുകളുടെയുമെല്ലാം വീരചരിത്രങ്ങൾ പുതുക്കി മാമാങ്കോത്സവത്തിന് തുടക്കമായി. മാമാങ്കത്തിൻ്റെ ചരിത്ര തനിമ നിലനിർത്താൻ എല്ലാ വർഷവും പരിസ്ഥിതി സാംസ്കാരിക സംഘടനയായ തിരുനാവായ റീ എക്കോയുടെ ആഭിമുഖ്യത്തിലാണ് മാമാങ്കോത്സവം സംഘടിപ്പിച്ചു വരുന്നത്. 3 വർഷമായി മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് മാമാങ്കോത്സവത്തിൻ്റെ വിവിധ പരിപാടികൾ നടത്തിപ്പോരുന്നത്. 30ാമത് മാമാങ്കോത്സവം പാലക്കാട് എടത്തറയിൽ നിന്നും അങ്കവാൾ പ്രയാണത്തോടെയാണ് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങാടിപ്പുറം ചാവേർത്തറയിൽ നിന്നാണ് അങ്കവാൾ പ്രയാണം ആരംഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ പാലക്കാട് എടത്തറ വടക്കേ കൂട്ടാലയിൽ നിന്നാണ് അങ്കവാൾ പ്രയാണം ആരംഭിച്ചത്. മാമാങ്കോത്സവത്തോടനുബന്ധിച്ച് അങ്കവാൾ പ്രയാണം ഇത്തവണ ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ എടത്തറയ്ക്കടുത്തുള്ള കൂട്ടാലപ്പടി എന്ന സ്ഥലത്തു നിന്നാണ്. കൂട്ടാലപ്പടി എന്ന് പറയുമ്പോൾ വള്ളുവക്കോനാതിരിയുടെ കിഴക്കേ അതിർത്തി പ്രദേശമാണ്. അവിടുത്തെ ഗുരുവായൂരപ്പൻ ക്ഷേത്ര പരിസരത്തു നിന്നാണ് ചാവേറുകൾ പുറപ്പെട്ടിരുന്നത്. തുടർന്ന് തിരുമാന്താംകുന്നിലും അതുപോലെ ചെരക്കാപ്പറമ്പിലും മാലപ്പറമ്പിലും വറ്റല്ലൂര് വഴി തിരുനാവായയിൽ എത്തുമായിരുന്നു. മാമാങ്കോത്സവത്തിൻ്റെ ഭാഗമായി അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ചാവേർത്തറയിൽ ചാവേറുകളുടെ പ്രതീകമായി കളരി അഭ്യാസികൾ സ്മൃതി അർപ്പിച്ചു. ചാവേറുകളുടെ പോരാട്ടവീര്യം പുറത്തെടുത്ത കളരിപ്പയറ്റ് പ്രകടനവും നടന്നു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം പി രത്നകുമാരി സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണുഗോപാൽ ചാവേർ സ്മൃതി പ്രസംഗം നടത്തി. എൻ്റെ തന്നെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഈ ചാവേർത്തറയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഊർജ്ജമാണ്. കാരണം ജയിക്കുമെന്നുറപ്പില്ലാത്തൊരു യുദ്ധത്തിന് നാടിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം ചാവേറുകളായിരുന്ന ഈ വള്ളുവനാടിൻ്റെ ധീര യോദ്ധാക്കളുടെ സ്മരണകൾ, അവരുടെ ആത്മാവ് ഇവിടെ തുടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ ചേരമാൻ പെരുമാളിൻ്റെ രാജഭരണകാലത്തിന് ശേഷം കേരളത്തിൻ്റെ വിവിധ നാട്ടുരാജ്യങ്ങളെ അല്ലെങ്കിൽ ഈ മലബാറിൻ്റെ വിവിധ നാട്ടുരാജ്യങ്ങളുടെ ഭരണം അതാത് പ്രദേശത്തെ പ്രാദേശിക ഭരണാധികാരികൾ രാജവംശങ്ങൾക്ക് തീരെഴുതി കൊടുക്കുകയാണുണ്ടായത്, അല്ലെങ്കിൽ കൈമാറുകയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാമാങ്കം നടന്നു വരുന്ന തിരുനാവായൊക്കെ ഉൾപ്പെടുന്ന വെട്ടത്ത് രാജ്യം, ആ പ്രദേശം വള്ളുവക്കോനാതിരിയുടെ അധീശത്വത്തിൽ വരുന്നത്. ആ മാമാങ്കം അതുവരെ ഉണ്ടായിരുന്ന മാമാങ്കത്തിൻ്റെ രക്ഷാധികർത്ത സ്ഥാനം അങ്ങനെയാണ് വള്ളുവക്കോനാതിരിയിൽ എത്തുന്നത്. വള്ളുവക്കോനാതിരി അതിൻ്റെ രക്ഷാപുരുഷനായി നിന്നുകൊണ്ട് ദീർഘകാലം ഏതാണ്ട് 1.5 നൂറ്റാണ്ടോളം അവിടെ മാമാങ്കം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. ചരിത്രരേഖകൾ ആ രീതിയിലാണ് അടയാളപ്പെടുത്തി കാണുന്നത്. റിയക്കോ പ്രസിഡന്റ് സി ഖിളർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ എം കെ സതീഷ് ബാബു, മാമാങ്കം പ്രോഗ്രാം കോർഡിനേറ്റർ കെ കെ റസാഖ് ഹാജി, വള്ളുവനാട്ടുകര വല്ലഭ വലിയരാജയുടെ പ്രതിനിധി പരമേശ്വരനുണ്ണി, ചിറക്കൽ ഉമ്മർ, നിസാർ എടക്കുളം, സുരേഷ് തെക്കീട്ടിൽ, സിദ്ദിഖ് വെള്ളാടത്ത്, എം പി മണികണ്ഠൻ, ഇല്യാസ് പള്ളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. DTPC മലപ്പുറം ജില്ലാ ഓഫീസ്, കോട്ടയ്ക്കൽ ആരോഗ്യശാല, കൈലാസമന്ദിരം, തിരൂർ വാഗൺ ട്രാജഡി ഹാൾ എന്നിവിടങ്ങളിലും അങ്കവാൾ പ്രയാണത്തിന് സ്വീകരണം നൽകി. തിരുനാവായ നിലപാട് തറയിൽ അങ്കവാൾ സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം, ചരിത്രസഭ, ചരിത്ര ഗ്രന്ഥങ്ങളുടെ പ്രദർശനം, നാട്ടൊരുമ, ഗണിത മഹാമേള, സെമിനാർ, പുരാവസ്തു പ്രദർശനം, കലാകായിക മാമാങ്കം, മാമാങ്ക സ്മൃതിയാത്ര തുടങ്ങിയ വിവിധ പരിപാടികൾ തിരുനാവായയിലെ മാമാങ്കോത്സവത്തിൽ നടക്കും. മാഘത്തിലെ മകം നാളായ ജനുവരി 28-ന് നിളയിൽ ദീപം തെളിയിക്കും. വൈകിട്ട് സമാപന സമ്മേളനത്തിന് ശേഷം കളരി ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളരി അഭ്യാസ പ്രകടനത്തോടെയാണ് മാമാങ്കോത്സവം സമാപിക്കുക. കൂടുതൽ
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.